ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലത്തെ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് വെറും 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് 2 ഇരട്ടിയായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഉലുവ ഇട്ട് വെച്ചിരുന്നതാണ്. ഒരു സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ ഉലുവ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. എനിക്കിപ്പോൾ ഒരുപാട് ഹെയറൊന്നും ഇല്ലാത്ത കാരണം ഞാൻ 2 സ്പൂൺ ഉലുവ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് ഈ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാണ്. അപ്പോൾ മുട്ട എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടേത് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക. അതല്ല ഓയിലി സ്കാൽപ്പ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്കാൽപ്പ് അല്ലെങ്കിൽ ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് മുട്ട ഫുള്ളായിട്ട് എടുക്കുക. ഞാനിപ്പോൾ മുട്ട ഫുള്ളായിട്ടാണ് എടുക്കുന്നത്, കാരണം എൻ്റെ അത്ര വലിയ ഡ്രൈ അല്ല, എന്നാൽ ഒരു കോമ്പിനേഷൻ ഹെയർ ടൈപ്പാണ് എൻ്റേത്. അപ്പം നമുക്ക് മുട്ടയാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിയാണ്. നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. അതായത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളം, സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉലുവ, തേർഡ് ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു കേട്ടോ ഇത്, മാറിപ്പോയതാണ് മുട്ട, ഫോർത്ത് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെമ്പരത്തി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഹെയർ പാക്കിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. അത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഫുള്ള് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ മുട്ടയുടെ വെള്ള വേണോ അതോ മുട്ട ഫുള്ളായിട്ട് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളവും ഉലുവയും കൂടി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളമാണ്. അപ്പോൾ ഇതും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി പൂവാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 2 രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലും ഇതൊരു ഹെയർ പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലും, അതായത് അത്യാവശ്യം നല്ല കട്ടിയിലും ആണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് രണ്ടും എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും, ഇതിപ്പം ലോങ് ഹെയർ ഉള്ളവർക്കൊക്കെ ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവർക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ കഴുകിക്കളയാനും വളരെ സിമ്പിളായിരിക്കും. ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ഇതുപോലെ ഉപയോഗിക്കാൻ കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഹെയർ പാക്കിൻ്റെ രീതിയിലുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഹെയറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എനിക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ കഴുകി കളയാനും എളുപ്പമായിരിക്കും ഷോർട്ട് ഹെയർ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിലും ഉണ്ടാക്കാം. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 രീതിയിലും ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിനി ഇത് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യണം. അതുപോലെ തന്നെ ഓയിലും അപ്ലൈ ചെയ്യണം. ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കുറച്ച് ഡ്രൈ ആക്കും. കാരണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഉലുവയും അതുപോലെ തന്നെ മുട്ടയുമാണ്. അപ്പോൾ അത് രണ്ടും നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കാൻ സഹായിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റായിട്ടും ഒരു ഹെയർ ഓയിലിങ് ചെയ്തിട്ടേ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ തല കുനിച്ച് നിർത്തി ഇങ്ങനെ ഹെയർ ഓയിലിങ് ചെയ്യുക. ഇതിനാണ് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാത്രിയിൽ നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് ഹെയർ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ തലയിൽ നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഹെയറിൻ്റെ ടിപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ ചെയ്യണം. നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഹെയർ പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്കൊരു മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിക്കാതെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി കളഞ്ഞാലും മതി. പക്ഷേ ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഓൾറെഡി ഡ്രൈ ആകും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടീഷണർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ നിങ്ങൾ മുട്ട ഫുള്ളായിട്ട് എടുക്കുന്നവരാണെങ്കിൽ
അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ നല്ലൊരു ഷാമ്പു ഉപയോഗിക്കാം ആ ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും